കേരള കോൺഗ്രസിനെ യു.ഡി.എഫിലേക്ക് തിരികെ വിളിച്ച വീക്ഷണം മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് മുഖമാസിക പ്രതിച്ഛായയിൽ മറുപടി. വീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറി. ആത്മാഭിമാനമുള്ള ആരും യു.ഡി.എഫിലേക്ക് തിരികെ പോകില്ല. കേരള കോൺഗ്രസ് പോയതോടെ യു.ഡി.എഫ് ത്രിതല പഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞെന്നും പ്രതിച്ഛായയിൽ വിമർശനം. എൽ.ഡി.എഫ് ചരിത്ര നേട്ടമുണ്ടാക്കി രണ്ടാം തവണയും അധികാരത്തിൽ വന്നുവെന്നും മുഖപ്രസംഗം പറയുകയാണ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, ഒരു തുറന്ന പരസ്യ പോരിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വീക്ഷണം മുഖപ്രസംഗം ഉയർത്തിയ ചില ചോദ്യങ്ങൾ, അതിനെല്ലാം മറുപടി നൽകുകയാണ് കേരള കോൺഗ്രസിന്റെ മുഖമാസികയായിട്ടുള്ള പ്രതിച്ഛായയിലെ നിലപാട് എന്ന കോളത്തിലാണ് ഇത്തരത്തിലുള്ള വിശദമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഈ വീക്ഷണം മുഖപ്രസംഗവും അതുപോലെ തന്നെ അതിന് തൊട്ടു പിന്നാലെയുണ്ടായ മാധ്യമ പ്രതികരണങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ നാടകത്തിന്റെ ഭാഗമാണ് എന്നാണ് ഈ മറുപടിയിൽ, പ്രതിച്ഛായയിൽ വന്നിരിക്കുന്ന മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള ആരും യു.ഡി.എഫിലേക്ക് തിരികെ പോകില്ല. ചില വിഷവീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയിട്ടുണ്ട്. ഈ മുഖപ്രസംഗം എന്ന് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ്. മുഖപ്രസംഗം പുറത്തു വരികയും പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വി.ഡി. സതീശൻ പ്രത്യക്ഷപ്പെട്ട് ഈ മുഖപ്രസംഗത്തെ തള്ളുകയുമെല്ലാം ചെയ്തത്, ഇതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമാണ്. കേരള കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം എന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. യു.ഡി.എഫ് നിലവിൽ ഇപ്പോൾ പരിഹാസ്യനായി മാറിയ ഒരു ദുര്യോധന നേതൃത്വത്തിലുള്ള ഒരു കൗരവ സംഘമായി മാറിയിരിക്കുകയാണ് എന്നാണ് കേരള കോൺഗ്രസ് നൽകുന്ന മറുപടി. യു.ഡി.എഫിൽ നിന്നും കേരള കോൺഗ്രസും എമ്മിനെ ഏകപക്ഷീയമായി ചതിച്ച് ഗൂഢാലോചനകൾ നടത്തി പുറത്താക്കുകയായിരുന്നു എന്ന കാര്യം ഓർക്കണമെന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് കെ എം മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസ് എം ഇല്ലാതായി പോകുമെന്ന് കരുതിയവർക്ക് ഏറ്റ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നേറ്റവും അതുപോലെ തന്നെ എൽ.ഡി.എഫിലേക്ക് പോവുകയും പിന്നീട് രാഷ്ട്രീയപരമായി എൽ.ഡി.എഫിന് ഉണ്ടായ നേട്ടമെല്ലാം കേരള കോൺഗ്രസിന്റെ പിൻബലത്തിലാണ്. അതെല്ലാം യു.ഡി.എഫിലെ ചില ആളുകൾ ആഗ്രഹിച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ പതനം എന്ന ഒരു വീഴ്ചയുടെ അതിന്റെ ഒരു പ്രതികരണമായിരുന്നു എന്നുള്ളതാണ് ഈ മറുപടിയിൽ പറയുന്നത്. എൽ.ഡി.എഫിന് ചരിത്ര നേട്ടം ഉണ്ടായി രണ്ടാം സർക്കാർ തുടർച്ചയായ തുടർഭരണം ഉണ്ടാകാനുള്ള കാരണം എൽ.ഡി.എഫിലെ കേരള കോൺഗ്രസിന് കൂടിയുണ്ട്. ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളെല്ലാം തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞു. ഇതെല്ലാം കേരള കോൺഗ്രസിന്റെ വലിയ കരുത്താണ് എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ തകർക്കാൻ ശ്രമിച്ച യു.ഡി.എഫിലെ പല നേതാക്കന്മാർക്കും പല കക്ഷികൾക്കുമുള്ള മറുപടി കൂടിയായിരുന്നു എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു. ആത്മാഭിമാനമുള്ള ആരും യു.ഡി.എഫിലേക്ക് തിരികെ പോകില്ല എന്നുള്ള കാര്യവും ഇതിനു മുൻപ് എ.കെ. ആന്റണിയും ജോസ് കെ മാണിയും ഇതിന് നേരത്തെയും എൽ.ഡി.എഫിലേക്ക് എത്തിയ ചില ചരിത്ര മുഹൂർത്തങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മുഖപ്രസംഗം അവസാനിക്കുന്നത്. മിഥുൻ, ഈ മുഖമാസികകൾ തമ്മിലുള്ള ഈ പരസ്യ പോരിലേക്ക് കടക്കുമ്പോൾ ഇരു വിഭാഗത്തിലെയും നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വീക്ഷണ മുഖപത്രത്തിന്റെ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് തള്ളിക്കൊണ്ട് വി.ഡി. സതീശൻ രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഒരു പരസ്യമായിട്ടുള്ള വാക്പോരിലേക്ക് കടന്നിരുന്നു. ഒരുപക്ഷെ വീണ്ടും ഇത്തരത്തിലുള്ള ഇതിനുള്ള മറുപടി നേരത്തെ തന്നെ നേതാക്കൾ മാധ്യമങ്ങളോട് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും ഇത്തരത്തിൽ വന്നിട്ടുള്ള ഒരു മുഖപ്രസംഗത്തിന് വീണ്ടും മറ്റൊരു മുഖപ്രസംഗത്തിലൂടെ മുഖമാസികയിലൂടെ മറുപടി നൽകിയതിലൂടെ വീണ്ടും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ഒപ്പം തന്നെ ഈ മുന്നണി പ്രവേശം സംബന്ധിച്ച് എൽ.ഡി.എഫിൽ മുന്നണി പ്രവേശവും അതുപോലെ എൽ.ഡി.എഫിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് എല്ലാം മറ്റൊരു ചർച്ചകൾ കൂടി ഇനി ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ വീണ്ടും സീറ്റ് ചർച്ചകളെല്ലാം തന്നെ വീണ്ടും പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ ഒരു മുഖപ്രസംഗം തമ്മിലുള്ള പോരിന് ചില രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അത് തന്നെയാണ്. മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.